കഴിഞ്ഞ ദിവസമാണ് എച്ച് ഫയൽ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകൾ തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഹരിയാന വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിൽ ഇടം പിടിച്ച ബ്രസീലിയൻ മോഡൽ ലരീസ മറുപടിയുമായി ഇന്ന് രംഗത്തെത്തി. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ പറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ലരീസയുടെ വാദം. വോട്ടർ പട്ടികയിൽ മോഡലിന്റെ ഫോട്ടോ അച്ചടിച്ചുവെന്ന 2 യുവതികളും തങ്ങൾ ചെയ്തത് കള്ളവോട്ടല്ല എന്നും വ്യക്തമാക്കി രംഗത്ത് വന്നു. ലരീസയുടെ പ്രതികരണം ആദ്യം. Minha foto é velha, tá? Ó, tá novinha na foto, eu tenho uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. അപ്പോൾ ഈ വോട്ട് ചോരി ആരോപണം അതിന്റെ ഒരു 3ാമത്തെ എഡിഷനിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം യേശുന്നു, പ്രഹരശേഷി ഉള്ളതാണോ? അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ട, രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ മൗനം തുടരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം ഡി പ്രമേഷ് കുമാറും മാധു സജി കൂടി ചേരും വിലയിരുത്തലുകളുമായി. മാധു, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വളരെ പ്രഹരശേഷിയുള്ള ഇന്ത്യൻ ജനാധിപത്യത്തെ പോലും നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംശയത്തിന് നിഴലിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം, അതിൽ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. എൻ്റെ അപ്ഡേഷൻ പരിശോധിച്ചാൽ ഈ ദിവസം ചില എററുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് BJPയുടെ ഭാഗത്ത്, അത് നമുക്ക് പൊളിറ്റിക്കലി നമുക്ക് പറയാം. അതിനപ്പുറത്തേക്ക് ചില പരിശോധനകളിൽ ഇവിടേക്ക് ഒരു എറർ ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ചില പ്രചരണങ്ങൾ വരുന്നു. അതേസമയം തന്നെ നമ്മൾ ഈ കേട്ട മോഡലിൻ്റെ പ്രതികരണം ഇതടക്കം വരികയാണ്. ഇതിൻ്റെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ മാധുവിന് എന്താണ് മനസ്സിലാകുന്നത്? ദേശീയ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രകാരം ബൾക്ക് വോട്ടിംഗ് എന്നത് അത് ഈ ഹോഡൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രണ്ട് ഇടങ്ങളിലായി ഒരേ പ്ലോട്ടിൽ ഒട്ടനവധി അഡ്രസ്സുകളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ പ്ലോട്ടാണ്, അതുകൊണ്ട് തന്നെ ഒരേ അഡ്രസ്സിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ ചെറിയ ചെറിയ കുടിലുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ അഡ്രസ്സ് സെയിം ആണ് എന്നുള്ളത് കൊണ്ട് അതൊരു ബൾക്ക് വോട്ടിംഗ് അല്ല എന്നുള്ളതാണ് ഒരു കാര്യമായി പറയുന്നത്. പക്ഷെ അത് വളരെ നാമമാത്രമായ വോട്ടുകളാണ് അങ്ങനെ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ബൾക്ക് വോട്ടുകൾ ഏതാണ്ട് 10,000-കണക്കിന് ബൾക്ക് വോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രാഥമികമായ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൽ അഡ്രസ്സ് ആവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ആപ്പിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കാൻ കഴിയുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ 4 മടക്കിയ കടലാസിനുള്ളിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന രേഖയൊന്നുമല്ല കയ്യിലുള്ളത്. അങ്ങനെ ബൾക്ക് വോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ഐ ഡിക്ക് ആധികാരികമായി നമ്മൾ കൊടുക്കുന്ന രേഖകൾ എന്തൊക്കെയാണ്? നമ്മളുടെ അഡ്രസ്സ്, റേഷൻ കാർഡ് ഒക്കെയാണ്. അപ്പോൾ പല അഡ്രസ്സുകൾ, പല ഹൗസ് നമ്പറുകളിൽ റേഷൻ കാർഡുകൾ അങ്ങനെയൊന്നുമല്ല ഉണ്ടായിരിക്കുക. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ SIR ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഇലക്ഷൻ കമ്മീഷന് ഇത്തരത്തിൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഒന്ന്, ഈ ലാരിസ എന്ന് പറയുന്ന ബ്രസീലിയൻ മോഡൽ, അത് നമ്മുടെ ഷിനേറ്റാണ് ഇത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രതികരണം, ഈ ലാരിസയുടെ പ്രതികരണം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ലോകത്തിൻ്റെ മറ്റൊരിടത്തിരുന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ ആഘോഷം എന്ന് പറയുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പരിഹസിക്കുകയാണ്. ഇതെന്ത് രാജ്യമാണ്, ഇതെന്ത് ഭ്രാന്താണ്, ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. 22 ഇടങ്ങളിൽ ഈ ഫോട്ടോ വെച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ ഒരാൾ സ്വീറ്റി എന്ന് പറയുന്ന ഒരു വോട്ടർ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രതിരോധമായി പറയുന്നത്. സ്വീറ്റി എന്ന് പറയുന്ന ഒരു വോട്ടർ ഉണ്ടായിരിക്കാം, അവർ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അവരിലല്ല ആരോപണം. ആ വോട്ടർ ID-യിലുള്ള ഫോട്ടോ ഈ ബ്രസീലിയൻ മോഡലിൻ്റെതാണ്. ഈ ഫോട്ടോയുമായി വോട്ട് ചെയ്യാൻ പോയപ്പോൾ ശരി, മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച്, ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ പരിശോധിച്ച് വോട്ട് ചെയ്യാൻ താൽക്കാലികമായി അനുവദിക്കുന്നു. അപ്പോഴും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസേഴ്സിന് മുന്നിലാണ് ഈ പറയുന്ന തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹരിയാന ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാളെത്രയായി? അതിനിടയ്ക്ക് അത് പരിഹരിക്കപ്പെട്ടോ? ഇല്ല. ഇപ്പോഴും ഈ പറയുന്നതുണ്ട്. സ്വീറ്റി, സീമ, സരസ്വതി എന്നിങ്ങനെ 22 അവതാരങ്ങളിൽ ഈ ബ്രസീലിയൻ മോഡൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഷിനേറ്റ് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഗുജറാത്ത് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ബ്രസീലിയൻ മോഡൽ എന്ന് പറയുന്നത് പിന്നീട് ഒരു പോസ്റ്റ് വരുന്നതും പിന്നീട് ട്രോൾ ഉണ്ടാകുന്നതൊക്കെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കൂ. അദ്ദേഹത്തിന് പുതുമയുള്ളതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിൽ ജനാധിപത്യത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഒരു പിഴവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളൊരു എഫോർട്ട് എടുക്കുകയാണ്. അത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് എഫോർട്ട് എടുക്കുന്നത്. അതിനെ പരിഹാസം കൊണ്ടല്ല നേരിടേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ട എഫോർട്ടാണ് പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത്. ഇന്നിപ്പോൾ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ പരിഹസിക്കുകയാണ്. B. ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യത്തെ ഗൗരവമായി കണ്ടു എന്നുള്ളതാണോ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന തെറ്റ്? ഇത് ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇത് വലിയ വിവാദമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ശരി, ഇപ്പം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി, അങ്ങനെ പോയി. പക്ഷേ ദേശീയ തലത്തിൽ അത്
ഉണ്ടാവുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ കാര്യം കിരൺ റിജിജു തള്ളി പറയുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ട, നമ്മൾ ചെവി കൊണ്ട് കേട്ട ഒരു കാര്യം സത്യമാണെന്ന് വീണ്ടും നമ്മൾ ഇവരോട് വാദിക്കേണ്ടി വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? എന്തു പറഞ്ഞാലും ഇവരിത് കള്ളമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു, ഇതൊരു പ്രൊപ്പഗാൻഡയാണെന്ന് പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി വരികയാണല്ലോ. പ്രമേശേട്ടാ, നമുക്കറിയാം ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തരവും അവിടെ 5 സീറ്റോളം കോൺഗ്രസ് അവിടെ പിടിച്ചൊരു സംസ്ഥാനമാണ്. എല്ലാവരും അവിടുത്തെ അടിയൊഴുക്കുകളും ഭരണവിരുദ്ധ വികാരമൊക്കെ അനുസരിച്ച് ഒരു ചേഞ്ച് ഉണ്ടാവും അവിടെ സ്റ്റേറ്റിലുണ്ടെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പിന്നീടാണ് ഈ പറയുന്ന അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ ഒരു വിജയമുണ്ടാകുന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഒരു പഠനം നടത്തുന്നു, അതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ഡേറ്റ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചാണ്. എന്നിട്ട് ആ ചലഞ്ചൊക്കെ തരണം ചെയ്തുകൊണ്ട് ശേഖരിച്ചു കൊണ്ടുപോയി എററുകൾ സ്വാഭാവികമാണ്. എല്ലാം നമുക്ക് ഒരു സിസ്റ്റം 100% പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ട ആരാണ്? ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയാണോ? അങ്ങനെയെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ്? നേരത്തെ വാദ പറഞ്ഞതുപോലെ വലിയ ജനാധിപത്യ സംവിധാനം എന്ന മേനി നമ്മൾ നടിക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കണക്ക് പറഞ്ഞാണ് അതിനെ ചലഞ്ച് ചെയ്യാം. ഓരോന്നിനെയും ഓരോ പോയിന്റ് എടുത്ത് ചലഞ്ച് ചെയ്യുന്നതിന് പകരം നിയമമന്ത്രി അടക്കം വന്ന് പറയുന്നതാണ് ഉപരിപ്ലവമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു പോവുകയാണ്. ഇതിലൊരു ആഴത്തിലുള്ള പരിശോധന വേണ്ടേ? പരിശോധിക്കപ്പെടേണ്ട സിസ്റ്റമില്ലേ? നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് അടക്കം കടന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എവിടെ വരെ എത്തി? അപ്പോൾ ഇത് ഏത് പോയിന്റിലേക്കാണ് ഈ വിഷയം പോകുന്നത്? ഇതിന്റെ തുടർച്ച എന്തെന്നാണ് പ്രമേഷ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷ, നമ്മൾ വോട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 പതിറ്റാണ്ടിലേറെ 4 പതിറ്റാണ്ടോളം നമുക്ക് വോട്ടവകാശം ലഭിച്ചിട്ട്, ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് വോട്ടവകാശം ലഭിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പത്രം വായിച്ചിട്ട് പറഞ്ഞു തന്നത്, നമ്മൾ പത്രം വായിച്ചിട്ട് ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചിട്ട് നമ്മൾ പത്രം വായിച്ചിട്ട് എത്ര കാലമായി? ഈ പറഞ്ഞ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം അതിൽ ആയിട്ടുണ്ടാവില്ലേ? ഇത്ര ഗുരുതരമായി ഇന്ത്യയുടെ ജനാധിപത്യ ഈ വോട്ടെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ചോ ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ചോ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും ഉയർന്നിട്ടുണ്ടോ? അപ്പോൾ ഇത് വളരെ നിസ്സാരമായ ആരോപണമല്ല. അതും ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ഈ ആരോപണം അത്ര നിസ്സാരമായ ഒന്നല്ല. ഇപ്പോൾ കേരളത്തിൽ ഇരട്ട വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ചിലയിടത്ത് ഇരട്ടിപ്പുകൾ ഉണ്ടാവാറുണ്ട്, ചിലയിടത്ത് മരിച്ചുപോയ സ്ഥാനാർത്ഥിയുടെ പേരിൽ വേറെ ആൾ വോട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളും ചെറിയ നാമമാത്രമായ വോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സിസ്റ്റം ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ മൊത്തം അട്ടിമറിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നഗ്നമായ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ ഒരു ബദൽ സിസ്റ്റം എന്താണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ SIRന്റെ കാര്യം, SIR വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പരിഷ്കരണം ഉണ്ടാകുമെന്ന്, അതൊരു സിസ്റ്റമാറ്റിക് ആണല്ലോ. ഓരോ സ്റ്റേറ്റിലെയും ഉദ്യോഗസ്ഥർ സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ അതിനെ ഒരു അഡമൻ സ്റ്റാൻഡ് എടുത്ത് എതിർക്കുക എന്ന് പറയുമ്പോൾ അതും എതിർക്കുന്നതും പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് മാർഗമാണുള്ളത്? അല്ല, അത് ഈ പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് രംഗം ശുദ്ധീകരിക്കേണ്ട ചുമതല ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാർ ഗവൺമെൻറ്റും തന്നെയല്ലേ? ഇപ്പോൾ ഈ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പോൾ SIR ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കേണ്ട ബാധ്യതയും ശുദ്ധീകരിക്കേണ്ട ബാധ്യതയും ശുദ്ധീകരിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയും ആരോപണം ഉന്നയിക്കുന്നവർക്കാണ്. ഇപ്പോൾ SIR എന്താണ്? SIR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ പൗരന് വോട്ടവകാശം ഉറപ്പിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഏജൻസിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പൗരൻ്റെ അവകാശമായി പൗരൻ്റെ ഒരു ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു. എൻ്റെ വോട്ട് ഞാൻ ഉറപ്പാക്കണം, അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ രേഖകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കണം എന്നുള്ളതാണ് SIRും വരുന്നത്. SIR ഇതിന് പരിഹാരമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കോൺട്രഡിക്ടറിയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ SIRനെ എതിർക്കുന്നു പറഞ്ഞാൽ SIRൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമല്ലേ അവിടെ അതിനകത്ത് ആധാർ എന്ന് പറയുന്ന ഒരു രേഖ അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ SIRൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം മുട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കൃത്യമായ ഉത്തരം നൽകാതെ ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കൊണ്ട് ചാരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇതിന് സമയം അല്ലെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇത് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള 22 വോട്ടോ അല്ലെങ്കിൽ ഒരേ ഫോട്ടോ 223 വോട്ടുകൾക്ക് 2 ബൂത്തുകളിൽ ചെയ്ത വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ 1-2 സ്ത്രീകളൊക്കെ നിങ്ങൾ കണ്ടെത്തി കഴിക്കാം. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ B. ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവനയെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതാണ്ട് തൃശ്ശൂരിൽ നടപ്പാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. അതായത് ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള കുറച്ച് BJP പ്രവർത്തകരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടി. അപ്പുറത്തെ ചില മണ്ഡലങ്ങളിലെ അവരുടെ പ്രവർത്തകരെ വോട്ടർമാരെ അവിടെ അവർക്ക് പ്രതീക്ഷയില്ല.
അവരെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയോ ഒക്കെ സംഘടിതമായി ശ്രമിച്ചാൽ നടക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് ഒരിടത്ത് ഏതാണ്ട് 600 വോട്ട് അല്ലേ, ഒരു മേൽവിലാസത്തിൽ 501 വോട്ടുകൾ, വേറൊരു നേതാവിൻ്റെ വീട്ടിൽ 66 വോട്ട്. ഈ 501 വോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ അന്വേഷണം നടത്തിയപ്പോൾ അവിടെ ആരുമില്ല. ആ കെട്ടിടത്തിൽ അങ്ങനെ ആളുകൾ ഇപ്പോൾ ഇല്ല. പിന്നെ UP വോട്ടുള്ളവർ എങ്ങനെയാണ് ഹരിയാനയിൽ വോട്ട് വരുന്നത്? തീർച്ചയായും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് ഉത്തരം ലഭിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായി എന്തുകൊണ്ടായിരിക്കും രാഹുലിൻ്റെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ യഥാവിധി ഓൺ ചെയ്യുന്നുണ്ടോ ഇന്ത്യൻ സഖ്യം തന്നെ? ബീഹാറിലടക്കം ഇത് ഓൺ ചെയ്യാൻ എന്തുകൊണ്ട് RJD ഉൾപ്പെടെയുള്ളവർ അത്ര ഒരു താല്പര്യം കാണിക്കുന്നതായി തോന്നുന്നില്ല? RJD പ്രാദേശികമായ വിഷയങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ RJDയുടെ പ്രചാരണ തന്ത്രങ്ങളും കോൺഗ്രസിൻ്റെ പ്രചാരണ തന്ത്രങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പപ്പു യാദവ് വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു. ഞങ്ങൾ ഈ മുന്നണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തു. ശരി, പക്ഷേ RJDയുടെ പ്രചാരണ തന്ത്രം അങ്ങനെ പോകുന്നു, കോൺഗ്രസിൻ്റെ പ്രചാരണ തന്ത്രം ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നു. വോട്ട് ചോരി, ഇപ്പം തേജസ്വി യാദവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പ്രസംഗം നടത്തിയപ്പോൾ വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നു. ബീഹാർ ഇലക്ഷന്റെ തലേദിവസം രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് H-ഫയലുമായി രംഗത്തെത്തിയത്. അവസാനവട്ട ചർച്ചകൾ അല്ല, ഞാൻ വിചാരിക്കുന്നത് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംവിധാൻ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അഖിലേഷ് യാദവും ഇന്ത്യ സഖ്യവുമൊക്കെ ഉയർത്തിവെച്ചത്. ഉത്തർപ്രദേശിലെ മനുഷ്യർ അങ്ങനെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുമോ എന്നൊക്കെ ചോദിച്ചവർ അന്നുമുണ്ട്. പക്ഷേ അവരതിനോട് പ്രതികരിച്ചു. SP-യും കോൺഗ്രസും ചേർന്ന് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയതിന് കാരണം സംവിധാനത്തിന് നേരെ ആക്രമണം ഉയരുന്നു, ഭരണഘടനയ്ക്ക് നേരെ ആക്രമണം ഉയരുന്നു എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ അതിനനുകൂലമായ പ്രതികരണം ഉണ്ടായി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ വോട്ടറെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ, രാജ്യത്തിൻ്റെ അന്തസ്സിനെ, അഭിമാനത്തിനെ ഒക്കെ ചോദ്യം ചെയ്തതിനോട് കൃത്യമായി പ്രതികരിച്ച ഇലക്ഷൻ ചരിത്രം തന്നെ നമുക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബീഹാർ ഇങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശരി, ബീഹാർ ആ തരത്തിലും പ്രതികരിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും ചർച്ചയാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താൻ, എന്തായാലും ഇത് ഉയർത്തിയ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളിൽ ഒരു രാഷ്ട്രീയത്തിന് തുല്യമായ മറുപടി BJPക്ക് പറയാം, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയം പറയാം. ഇതിന് രാഹുൽ ഗാന്ധി പരാജയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ തന്നെ ഉള്ള പല്ലവികൾ ആവർത്തിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൗനം അങ്ങേയറ്റം നമ്മെ സംശയിപ്പിക്കുന്നു, ദുരൂഹത ഉയർത്തുകയും ചെയ്യുന്നുണ്ട്.